Hi all. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കുറച്ച് പ്രോഗ്രാംസ് ആണ് ബേസ്ഡ് ഓൺ ദ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ഡിസ്കഷൻസ് ചെയ്തിട്ട് പ്രോഗ്രാംസിൽ വന്ന് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിൻ്റെ നെക്സ്റ്റ് പ്രോഗ്രാംസിലേക്ക് പോകാം. സോ ഫസ്റ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കേസസിൽ നമുക്ക് സ്ട്രിങ് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഡൗട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് സ്ട്രിങ് നമുക്ക് പറ്റത്തില്ല ഒരിക്കലും. only characters and integers. ക്യാരക്ടറും ഇൻറ്റിജറും മാത്രമാണ്, അതായത് കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുന്നത് മാത്രമാണ് നമുക്ക് ഇവിടെ കേസിനകത്ത് നമുക്ക് വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രിങ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സിംഗിൾ കോഴ്സിൽ കൊടുക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻറ്റിജർ 1 2 3 ഇൻറ്റിജർ വാല്യൂസും മാത്രമാണ് നമുക്ക് കേസിൽ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ, കേസിൻ്റെ വാല്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് വോണ്ട് വർക്ക്, ഇത് വർക്ക് ചെയ്യത്തില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എറർ, കോൺസ്റ്റൻറ്റ് വാല്യൂ യൂസ് ചെയ്യണം എന്ന എറർ വരും. ഓക്കെ, സോ ദിസ് വോണ്ട് വർക്ക് ആൻഡ് I will get an error like this. Okay, then നെക്സ്റ്റ് പറഞ്ഞത് നമുക്ക് പെർസെൻറ്റേജ് രണ്ട് ഇൻറ്റിജർ വാല്യൂസ് ആണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ഇൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് പെർസെൻറ്റേജ് എഫ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നായിരുന്നു. പെർസെൻറ്റേജ് എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എററൊന്നും കാണിക്കത്തില്ല. അപ്പോൾ വി വിൽ get some, when we add these two values we will get some garbage value. ഒരു garbage value ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ശരിക്കും നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ആയിരിക്കത്തില്ല എക്സിൽ കിട്ടുന്നത്. ആ വാല്യൂ പിന്നെ വൈൻ്റെ വാല്യൂ എന്താണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് അതുമല്ല, ആഡ് ചെയ്യുമ്പം ഒരു ഗാർബേജ് വാല്യൂ, സം അതർ ഗാർബേജ് വാല്യൂ ആയിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഒരു അൺവാണ്ടഡ് വാല്യൂ, നമ്മൾ ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ആയിരിക്കത്തില്ല കിട്ടുന്നത്. ഓക്കെ, and it may depend on the compiler also. Compiler അതിൻ്റെ values different ആവാം. Okay, and I got this value when I executed these 3 and 5 and when I executed, and I got that some garbage value like this. നെക്സ്റ്റ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളൊരു വേഗമായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞിരുന്നു. ആൻഡ് വി വിൽ ഗോ ത്രൂ എ relevant program for go to statement. So the program is program to find the sum of squares of all numbers between 1 and 10 using if and go to statement. So if and go to statement യൂസ് ചെയ്ത് നമ്മളിവിടെ 1 to 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ 1 square plus 2 square plus up to 10 square we have to find. Okay, so we will see how it can be find out using go to statement. So this is the program for that. So in this program നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ആവശ്യമുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ വി ഹാവ് പുട്ട് എ ലേബൽ ലൈക്ക് ലേബൽ ഹിയർ. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ലേബൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ലേബൽ കോളൻ. ദെൻ ഐ ഹാവ് ഗിവൺ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ടേക്കിംഗ് ദ സം ഓഫ് സ്ക്വയേഴ്സ്. സം ഓഫ് സ്ക്വയർ കാണാനുള്ള ലേബൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈക്വൽ ടു 1. സോ സമ്മിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് 0 ആയിട്ട്. സോ സം ഈക്വൽ ടു സം പ്ലസ്, ദാറ്റ് ഈസ് സം പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞതാണ് സം പ്ലസ് ഈക്വൽ ടു ഐ ഇൻറ്റു വൈ. ഐ ഇൻറ്റു വൈ എന്ന് പറയുമ്പോഴത്തേക്കും 1 ഇൻറ്റു 1 സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ കിട്ടി. ഓക്കെ, സോ ദാറ്റ് വിൽ ബി സം ആഡഡ് ടു സം. Then I increment ചെയ്യുന്നു, I 2 ആവുന്നു. Then again we are checking if I less than or equal to 10 ആണെന്ന് നോക്കുന്നു. I less than or equal to 10 ആണ് എങ്കിൽ we have to again perform this task. അപ്പോൾ ഇതൊരു ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യാതെ ഈഫും ഗോറ്റും വെച്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ഗോ ടു ദി സ്റ്റാർട്ട്. സോ ഹിയർ യു ക്യാൻ സി എ ബാക്ക്വേർഡ് ജമ്പ്. ഒരു ബാക്ക്വേർഡ് ജമ്പാണ് ഇവിടെ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിലൊക്കെ ഫോർവേഡ് ജമ്പായിരുന്നു. ഓൾറെഡി ഐ ടോൾഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ജമ്പ് ഈസ് there in go to. Okay, so here it is backward jump. So ഈ ഒരു പ്രോസസ്സ് എപ്പോൾ വരെ റിപ്പീറ്റ് ചെയ്യും? അതിൻ്റെ വാല്യൂ when it becomes 11 this condition fails and what happens? കണ്ടീഷൻ ഫെയിൽ ആകുമ്പോഴത്തേക്കും ഗോ ടു സ്റ്റാർട്ടിലേക്ക് പോകത്തില്ല, നേരെ ഇങ്ങോട്ടേക്ക് കൺട്രോൾ വരും, സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. So you will get the sum value here and it will be 385. Okay, ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് 385 എന്ന് പറഞ്ഞ് കിട്ടും. So this is an example for go to statement. Okay, hope it's clear. Then next we will discuss program to find sum and average of 3 numbers. The sequential ഒരു പ്രോഗ്രാമാണ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നില്ല. ജസ്റ്റ് we will discuss on 2 programs, simple programs. Okay, so we have in lab section also we have some basic programs to do. So അതിനൊരു
പരിചയം കിട്ടാൻ വേണ്ടി 1-2 പ്രോഗ്രാംസിനെ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രോഗ്രാം ടു ആഡ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 3 നമ്പറിൻ്റെ സമ്മും ആവറേജും കാണുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. 3 നമ്പർ നമ്മൾ റീഡ് ചെയ്യണം. സോ 3 നമ്പേഴ്സ് റീഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് യു നോ ദ സ്റ്റേറ്റ്മെൻറ്റ് വി നീഡ് 3 ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് 3% d ആണ് ഇൻറ്റീജറിൻ്റെ കൺട്രോൾ സ്ട്രിങ്. സോ യു ഹാവ് ടു ഗിവ് 3 കൺട്രോൾ സ്ട്രിങ്സ് ഫോർ ഇൻറ്റീജർ. 3 എണ്ണം റീഡ് ചെയ്തു. N1 N2 N3ലേക്ക് ആംപർസെൻഡ് N1 ആംപർസെൻഡ് N2 ആംപർസെൻഡ് N3 എന്ന് കൊടുക്കണം. ബിക്കോസ് നമ്മൾ ഓൾറെഡി എൻട്രി റെസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വി ഹാവ് ടു റീഡ് ടു ദ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ, ദാറ്റ് ഫസ്റ്റ് വാല്യൂ, സെക്കൻഡ് വാല്യൂ ആൻഡ് തേർഡ് വാല്യൂ. സോ വി ഹാവ് ടു ഗിവ് ആംപർസെൻഡ് ഹിയർ. ദെൻ നമ്മളതിൻ്റെ സം കണ്ടിട്ട് ആവറേജ് കാണുവാണ്. സം കണ്ട് ആവറേജ് കാണാൻ വേണ്ടി ഡിവൈഡ് ബൈ 3 ചെയ്യാം. ആ വാല്യൂവിനെ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിനെ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് യു ഹാവ് ടൈപ്പ് കൺവേർട്ട്. യു ക്യാൻ ഹാവ് ടൈപ്പ് കൺവേർട്ട് ചെയ്യാം. ടൈപ്പ് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂബിൾ ആണ് AVG. സോ അതിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു ആൻഡ് വി വിൽ പ്രിന്റ് ദ ആവറേജ് ഹിയർ. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. ഇഫ് ഐ ഗിവ് 4, 3 and 6, you will get the output average like 4.333 etc. Okay, so next is program to find the simple interest. Simple interest കാണാൻ വേണ്ടി P into N into R, that is principal into N into N means term or time. Okay, then R is rate. Okay, PNR by 100 ആണ് simple interest എന്ന് പറയുന്ന equation. So you have to read principal, time and rate from the user. So അത് റീഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. Then multiply it and divide by 100, you will get the simple interest and you can simply print the simple interest over here. Okay, simple program ആണ്. So when I give like this 5006 and 8, I will get the simple interest like 2400. Okay, next program is swap two variables using temporary variable. Temporary variable വെച്ച് 2 നമ്പറിനെ സ്വാപ്പ് ചെയ്യാം. That is a simple program. ഇവിടെ നമ്മൾ 2 നമ്പറിൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തേക്കുവാണ്. യൂസറിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങാം, അങ്ങനെയും ചെയ്യാം. സോ 10 and 20 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ദെൻ ടെമ്പററി വേരിയബിൾ വെച്ചാണ് നമുക്ക് സ്വാപ്പ് ചെയ്യുന്നത്. സോ ടെമ്പററി വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ദെൻ ബിഫോർ സ്വാപ്പിംഗ് എയുടെ മീനിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രിൻറ്റ് ലൈക്ക് A equal to 10 and B equal to 20 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ദെൻ വി ആർ സ്വാപ്പ് ചെയ്യാൻ വേണ്ടി ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യണം. സോ ടെമ്പററി വേരിയബിളിലേക്ക് ആദ്യമേ ഞാൻ ഒരു വേരിയബിളിൻ്റെ വാല്യൂ എടുത്ത് വെച്ചു. സേ എ എടുത്ത് വെച്ചു. ഇനി എയിലേക്ക് ബി എടുത്ത് വെച്ചു. അപ്പോൾ എ ഓവർ റൈറ്റായാലും കുഴപ്പമില്ല, എൻ്റെ വാല്യൂ ടെമ്പിൽ ഓൾറെഡി ഉണ്ട്. സോ എയിലേക്ക് ബി എടുത്ത് വെച്ചു. ഇനി ബിയിൽ എന്ത് ചെയ്യണം? ഈ ടെമ്പിലുള്ള വാല്യൂ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാപ്പ് ചെയ്ത് കിട്ടും, വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടും. ദെൻ ആഫ്റ്റർ സ്വാപ്പ് എയും ബിയും പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, A equal to 20 എന്നും കിട്ടി, B equal to 10 എന്നും കിട്ടി. ദിസ് ഈസ് ടെമ്പററി വേരിയബിൾ വെച്ച് സ്വാപ്പ് ചെയ്യാം, എളുപ്പമാണ്. ഓക്കെ, ദെൻ അടുത്തത് ടെമ്പററി വേരിയബിൾ ഇല്ലാതെ എങ്ങനെ സ്വാപ്പ് ചെയ്യാം എന്നുള്ളതാണ്. സോ ടെമ്പററി വേരിയബിൾ ഇല്ലാതെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു പെർഫോം സം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അഡീഷനും സബ്ട്രാക്ഷനും അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കോമ്പിനേഷനും ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഐ ഹാവ് ഗിവൺ എക്സാമ്പിൾ ഫോർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് സ്വാപ്പ് ചെയ്യുന്നത് വിത്തൗട്ട് യൂസിങ് എ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യാതെ. ഓക്കെ, സോ ആദ്യത്തെ പോലെ 2 വേരിയബിൾസ് എയും ബിയും ഇനീഷ്യലൈസ് ചെയ്തിട്ട് 10 and 20. ബിഫോർ സ്വാപ്പിംഗ് അത് പ്രിൻറ്റ് ചെയ്തപ്പം വി വിൽ ഗെറ്റ് 10 and 20 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് 10 and 20 ബിഫോർ സ്വാപ്പിംഗ്. ആഫ്റ്റർ സ്വാപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും A equal to A plus B എന്ന് നമ്മൾ ചെയ്യും. സ്വാപ്പ് ചെയ്യാൻ വേണ്ടി 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. A equal to A plus B എന്ന് പറയുമ്പോഴത്തേക്ക് എയുടെ വാല്യൂ ഇപ്പോൾ 10ഉം ബിയുടെ വാല്യൂ 20 ആണെങ്കിൽ A plus B ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 30. സോ ദാറ്റ് ഈസ് റിട്ടൺ ഓവർ ഹിയർ. എയുടെ വാല്യൂ 30 എന്ന് കിട്ടി. Then what I am again doing, I am doing 2 subtractions. ആദ്യം ഒരു അഡീഷൻ ചെയ്തിട്ട് 2 സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. സോ ബിയുടെ വാല്യൂ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? A മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ബി അപ്ഡേറ്റഡ്. സോ എൻ്റെ വാല്യൂ 30 ആണ്, രണ്ടിങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ അപ്പോൾ ഇരിക്കുന്നത്. സോ 30 മൈനസ് ബിൻ്റെ വാല്യൂ 20 ആണ്. 30 മൈനസ് 20 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 കിട്ടും. സോ ദാറ്റ് വിൽ ബി അപ്ഡേറ്റഡ് വിത്ത് ബിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി? 20 മാറി 10 ആയി. സോ മാറി കിട്ടി. ഇനി അടുത്തത് എൻ്റെ വാല്യൂ മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? A മൈനസ് ബി ചെയ്താൽ മതി. A മൈനസ് ബി എന്ന് പറയുമ്പോഴത്തേക്കും A is 30 ആൻഡ് മൈനസ് 10 മീൻസ് 20 കിട്ടി. സോ 20 വിൽ ബി അപ്ഡേറ്റഡ് ഇൻ A. സോ നമുക്ക് സ്വാപ്പ് ചെയ്ത് കിട്ടി. സോ A വിൽ ബിക്കംസ് 20 ആൻഡ് B ബിക്കംസ് 10. സോ ദാറ്റ് ഈസ് പ്രിൻറ്റഡ് ഓവർ ഹിയർ. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ swap 2 variables without using temporary variable. And next, program to perform arithmetic operations using LC ladder. If LC ladder യൂസ് ചെയ്തുകൊണ്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇവിടെ ചെയ്തിരിക്കുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആണ്.
സോ രണ്ട് നമ്പേഴ്സ് യൂസറിൽ നിന്ന് ഇൻപുട്ട് വാങ്ങണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യമേ രണ്ട് നമ്പർ എ ആൻഡ് ബി ഇൻപുട്ട് മേടിച്ചു. പിന്നെ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. നമ്മൾ എന്തൊക്കെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നു. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതിൻ്റെ ചോയ്സ് 1 അഡീഷൻ, 2 സബ്ട്രാക്ഷൻ, 3 മൾട്ടിപ്ലിക്കേഷൻ, 4 ഡിവിഷൻ. എന്നിട്ട് ചോയ്സ് റീഡ് ചെയ്യുവാണ്. ചോയ്സ് 1 ആണെങ്കിൽ അഡീഷൻ പെർഫോം ചെയ്യും, 2 ആണെങ്കിൽ സബ്ട്രാക്ഷൻ, 3 ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, 4 ആണെങ്കിൽ ഡിവിഷൻ. ഓക്കെ. സോ ചോയ്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ അഡീഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. 2 ആണെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യണം, സോ ഡിഫറൻസ് പ്രിന്റ് ചെയ്യും. 3 ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് പ്രിന്റ് ചെയ്യും. 4 ആണെങ്കിൽ ഡിവിഷൻ ചെയ്തിട്ട് കോഷ്യന്റ് പ്രിന്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് how the if else if ladder will work. Okay, and finally if ഈ ചോയ്സസ് ഒന്നും അല്ല നമ്മൾ കൊടുത്തെങ്കിൽ ഇൻവാലിഡ് ചോയ്സ് എന്ന് മെസ്സേജ് പ്രിന്റ് ചെയ്യും. ഓക്കെ. സോ ദിസ് ഈസ് ഹൗ if else ladder വെച്ചിട്ട് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന്റെ പ്രോഗ്രാം എങ്ങനെ എഴുതാം. ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. എൻ്റെ 2 നമ്പേഴ്സ് 10 and 6 എന്ന് ഞാൻ എൻ്റർ ചെയ്തു. ആൻഡ് അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ മെനു ഓപ്ഷൻസ് പ്രിന്റ് ചെയ്യും. അതിൽ നിന്ന് ഞാൻ ചോയ്സ് ഗെറ്റ് ചെയ്യാം, ചോയ്സ് ചോദിക്കും. ചോയ്സ് 3 എന്ന് ഞാൻ കൊടുത്തു. സോ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 10 into 6 60 എന്ന് അതിൻ്റെ പ്രോഡക്റ്റ് പ്രിന്റ് ചെയ്യും. Okay, this is how this program will do. Next is program to find the roots of a quadratic equation using else if ladder. Same else if ladder തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ quadratic equationന്റെ റൂട്ട്സ് ഫൈൻഡ് ചെയ്യാൻ പോവാണ്. സോ quadratic equation എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്. quadratic equation is this. It is ax square bx plus c equal to 0 എന്നുള്ളതാണ് quadratic equation. ax square plus bx plus c equal to 0. ഇതിൽ നമുക്ക് യൂസറിൽ നിന്ന് റീഡ് ചെയ്യേണ്ടത് വാല്യൂസ് എന്ന് പറയുന്നത് ഈ കോഎഫിഷ്യൻസ് ആണ്. എ, ബി, സി. ഈ 3 വാല്യൂസ് ആണ് നമുക്ക് യൂസറിൽ നിന്ന് റീഡ് ചെയ്യേണ്ടത്. ഈ 3 വാല്യൂസ് വെച്ചിട്ടായിരിക്കും ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. സോ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇറ്റ്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac by 2a. ദിസ് ഇസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ദ റൂട്ട്. ഓക്കെ. ആൻഡ് ദിസ് b സ്ക്വയർ മൈനസ് 4ac is known as the discriminant. b സ്ക്വയർ മൈനസ് 4ac നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് പറയും. ഈ ഡിസ്ക്രിമിനന്റ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇതിന്റെ റൂട്ട്സ് എങ്ങനെയാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിമിനന്റ് വാല്യൂ ദാറ്റ് ഈസ് b സ്ക്വയർ മൈനസ് 4ac വാല്യൂ ഇഫ് ഇറ്റ് ഈസ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ എങ്ങനെയായി റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 0 then the roots will be real and equal, and if its value is less than 0 that means the roots are imaginary. Okay, so അങ്ങനെ നമുക്ക് അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. So that is written over here. The nature of the roots depends on the discriminant d, and discriminant d is this b square minus 4ac, and if d is greater than 0 that means roots are real and distinct. Okay, different ആയിരിക്കും. Then b square minus 4ac യുടെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ റൂട്ട്സ് റിയലും ഈക്വലും ആയിരിക്കും. Then if it is less than 0 ആണെങ്കിൽ roots are real and imaginary root ആയിരിക്കും. Okay, then coming to the program, this is the program. Okay, here we have given we have used a new header file. You can see the header file, that is math.h. math.h ഇവിടെ യൂസ് ചെയ്ത് എന്തിനാണെന്ന് ഞാൻ വഴിയെ പറയാം. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ ആവശ്യമുള്ള വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യണം. ദെൻ നമ്മൾ പറഞ്ഞ പോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് എ, ബി, സി അത് 3ഉം യൂസറിൽ നിന്ന് റീഡ് ചെയ്യണം. സോ കോഎഫിഷ്യൻസ് 3ഉം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള printf സ്റ്റേറ്റ്മെന്റും scanf സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് the scanf statement to read the coefficients a, b and c. Then I have to find the discriminant. Discriminant find ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. So b square minus 4ac find out ചെയ്തു. b into b minus 4ac, 4 into a into c. Okay, so 4 into a into c എന്ന് എഴുതിയാൽ 4ac യുടെ വാല്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. സോ ബി സ്ക്വയറിന്റെ വാല്യൂ ആണെങ്കിൽ b into b എന്ന് എഴുതണം. ബി സ്ക്വയർ എന്ന് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ b into b എന്ന് എഴുതണം. Then minus 4 into a into c, that is 4ac. So you will get the value of b square minus 4ac into this particular variable d, discriminant d, and you have to check whether based on that value of the discriminant you have to check whether the roots are real or imaginary. Okay, so here we are checking whether the value of d is greater than 0. discriminant 0-നേക്കാളും വലുതാണെങ്കിൽ റൂട്ട്സ് റിയലും അൺഈക്വലും ആണ്, that is real and distinct ആണ്. സോ ഡിസ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ റൂട്ട് ഫൈൻഡ് ചെയ്യേണ്ടേ, റൂട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു ഫൈൻഡ് ദ റൂട്ട് ലൈക്ക് ദിസ്. സോ റൂട്ട് 1 റൂട്ട് 2 ഫൈൻഡ് ചെയ്യുവാണ്. സോ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞിരുന്നു. ഓക്കെ, സോ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac, സോറി ബൈ 1 second, this is the equation, -b plus or minus root of b square minus 4ac by 2a. Okay, so രണ്ട് റൂട്ട് ഫൈൻഡ് ചെയ്യണം എങ്ങനെയാണ്? ഒരു റൂട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി -b പ്ലസ് root of b square minus 4ac by 2a ചെയ്യാം. അടുത്ത റൂട്ടിന് വേണ്ടിയിട്ട് -b മൈനസ് root of b square minus 4ac by 2a ചെയ്യാം. ഓക്കെ, സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ.
മൈനസ് ബി റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ഡി ആണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി SQRT എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് SQRT എന്ന് പറയുന്നത്. SQRT ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് സംതിങ്. ഒരു വാല്യൂ, ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഫംഗ്ഷൻ ഈസ് പ്രീ ഡിഫൈൻഡ് ഇൻ എ ലൈബ്രറി ഹെഡർ ഫയൽ ദാറ്റ് ഈസ് നോൺ ആസ് ദ math.h. സോ math.hൽ വന്നിരിക്കുന്ന ഹെഡർ ഫയലാണ്, വന്നിരിക്കുന്ന ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ് ഏത്, സ്ക്വയർ റൂട്ടിന്റെ ഫംഗ്ഷൻ SQRT, ആൻഡ് ദാറ്റ് വി ഹാവ് യൂസ്ഡ് ഹിയർ, ആൻഡ് യു ഹാവ് ടു ഇമ്പോർട്ട് ദിസ് ഓർ ഇൻക്ലൂഡ് ദിസ് ഹെഡർ ഫയൽ ഇൻ ഓർഡർ ടു യൂസ് ദാറ്റ്. സ്ക്വയർ റൂട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ SQRT ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ math.h ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. Clear? So minus b plus SQRT of d, that is square root of d divided by 2 into a ചെയ്ത് ഫസ്റ്റ് റൂട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ആൻഡ് സെക്കൻഡ് റൂട്ട് കണ്ടുപിടിക്കുകയാണ് മൈനസ് ബി മൈനസ് SQRT ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് d ബൈ 2a ചെയ്ത് രണ്ടാമത്തെ റൂട്ടും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് റൂട്ടും കണ്ടുപിടിച്ചു. ഇനി അത് രണ്ടും പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഡിയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ റൂട്ട്സ് രണ്ടും ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ സെയിം റൂട്ടാണ്. സോ റൂട്ട് 1 ഈക്വൽ ടു റൂട്ട് 2 ഈക്വൽ ടു എന്താണ്, ബി സ്ക്വയർ മൈനസ് 4ac 0 ആണല്ലോ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഡി 0യുടെ റൂട്ട് കാണേണ്ട ആവശ്യമില്ല. സോ ഇത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ബാക്കിയുള്ള പോർഷനെ കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് മൈനസ് ബി ബൈ 2a അല്ലേ. മൈനസ് ബി ബൈ 2a ആണ്. രണ്ട് റൂട്ടും സെയിം തന്നെയാണ്. ഓക്കെ, അത് കണ്ടുപിടിച്ചു, അത് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എൽസ് ആണെങ്കിൽ ഡിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ 0 ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്, ആ എലമെന്റ് അതിൻ്റെ റൂട്ട്സ് ഇമാജിനറി ആണ്. ഇമാജിനറി ആകുമ്പോഴത്തേക്കും ഇമാജിനറി റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യു ക്യാൻ യൂസ് ദിസ് റിയൽ പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി റിയൽ പാർട്ടിൻ്റെ പോർഷൻ ദാറ്റ് ഈസ് മൈനസ് ബി ബൈ 2a ചെയ്യാം. അപ്പോൾ ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ക്വയർ റൂട്ടിൻ്റെ അവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ബൈ 2a ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വാല്യൂ വരുന്നതുകൊണ്ടാണല്ലോ ഇമാജിനറി വരുന്നത്. മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ബി ബൈ 2a ചെയ്യാം. സോ ആ രണ്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് യു ക്യാൻ പ്രിന്റ് ദ വാല്യൂ ലൈക്ക് ദിസ്. ഓക്കെ, സോ റൂട്ട് 1 പ്രിന്റ് ചെയ്തു, റൂട്ട് 2 പ്രിന്റ് ചെയ്യാം. ഓക്കെ, റൂട്ട് 2 പ്രിന്റ് ചെയ്യാം. അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. സോ റിയൽ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ പെർസെൻറ്റേജ് എഫ്. ഈ രണ്ടാമത്തെ പെർസെൻറ്റേജ് എഫ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇമാജിനറി പാർട്ട്. ഓക്കെ, so real part plus imaginary part, and here real part minus imaginary part. Okay, imaginary part നമ്മൾ i എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ടല്ലേ ഡിനോട്ട് ചെയ്യുന്നത്, കോംപ്ലക്സ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതാണ് i എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ അതിൻ്റെ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് i എന്നും കൂടെ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടിൽ i എന്നും കൂടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് i എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എ സാമ്പിൾ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. സോ കോഎഫിഷ്യൻസ് എൻട്രി ചെയ്ത് 242 എന്ന് എൻട്രി ചെയ്തു. 242ന് അത് രണ്ടും ഈക്വൽ ആണ്, റിയൽ റൂട്ട്സ് രണ്ടും ഈക്വൽ ആണ്. സോ യു വിൽ ഗെറ്റ് -1 ആസ് ദ റൂട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോഗ്രാം ഫോർ ഫൈൻഡിങ് ദ റൂട്ട്സ് ഓഫ് എ quadratic equation. Coming to the next program to find the color of the rainbow. That is വിബ്ജിയോറിൻ്റെ കളർ നമ്മൾ പ്രിന്റ് ചെയ്യാം. വിബ്ജിയോർ എന്ന് പറയുമ്പോഴത്തേ അതിനകത്ത് ഏത് ലെറ്റർ ആണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇൻപുട്ട് മേടിക്കുന്ന ക്യാരക്ടർ ഏതാണോ അതിനനുസരിച്ചുള്ള കളർ പ്രിന്റ് ചെയ്യണം. ഓക്കെ, കളേഴ്സ് ഇൻ ദ റെയിൻബോ ബൈ അക്സെപ്റ്റിംഗ് എ ക്യാരക്ടർ ഫ്രം ദ യൂസർ യൂസിങ് സ്വിച്ച് കേസ്. സോ എളുപ്പമാണ്, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മളൊരു ക്യാരക്ടർ ഗെറ്റ് ചെയ്യാൻ വേണ്ടി വിബ്ജിയോർ എന്നുള്ളൊരു വിബ്ജിയോറിലെ ഒരു ക്യാരക്ടർ നമ്മൾ ഒരു ലെറ്റർ നമ്മൾ ഗെറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു ക്യാരക്ടർ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്, അത് റീഡ് ചെയ്യുന്നു സിയിലേക്ക്. എന്നിട്ട് സി നമ്മൾ സ്വിച്ചിലേക്ക് പാസ് ചെയ്യുന്നു. സ്വിച്ചിൻ്റെ എക്സ്പ്രഷനായിട്ട് സി നമ്മൾ പാസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണ് കേസിനകത്ത് വി ആണോ ഐ ആണോ ബി ആണോ, വിബ്ജിയോറിൻ്റെ ഓരോന്നും വി ആണോ ഐ ആണോ ബി ആണോ ജി ആണോ വൈ ആണോ ഒ ആണോ ആർ ആണോ ഓരോന്നും. വി ആണെങ്കിൽ വയലറ്റ് എന്ന് പ്രിന്റ് ചെയ്യും, ഐ ആണെങ്കിൽ ഇൻഡിഗോ, ബി ആണെങ്കിൽ ബ്ലൂ, ജി ആണെങ്കിൽ ഗ്രീൻ, വൈ ആണെങ്കിൽ യെല്ലോ, ഒ ആണെങ്കിൽ ഓറഞ്ച്, ആർ ആണെങ്കിൽ റെഡ്. ഇങ്ങനെ പ്രിന്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്യാപിറ്റൽ കൊടുത്താലും സ്മോൾ കൊടുത്താലും അത് പ്രിന്റ് ചെയ്യണം. രണ്ട് കേസും നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, കേസ് ബി ക്യാപിറ്റൽ ബി എന്നും കേസ് സ്മോൾ ബി എന്നും നിങ്ങൾക്ക് ഒന്നിച്ച് കൊടുക്കാം. ഈ രണ്ട് കേസ് വന്നാലും ഈ ഒരു മെസ്സേജ് തന്നെ പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ കേസ് കൊടുത്തിട്ട് അടുത്ത കേസ് ഇങ്ങനെ ഒന്നിച്ച് കൊടുക്കാം. കേസ് സ്മോൾ ക്യാപിറ്റൽ ബി കോളൻ ദെൻ കേസ് സ്മോൾ ബി കോളൻ, ഇത് രണ്ടും കൂടെ കൊടുത്തിട്ട് പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കേസ് സ്മോൾ ബി എൻ്റർ ചെയ്താലും ക്യാപിറ്റൽ ബി എൻ്റർ ചെയ്താലും അത് കറക്റ്റായിട്ട് വരും. അതായത് വയലറ്റ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാൻ ബാക്കി എല്ലാ കേസസും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, എല്ലാ ലെറ്റേഴ്സിൻ്റെയും കൊടുത്തിട്ടുണ്ട്.
ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ദ ഫംഗ്ഷൻ, ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട് ടു അപ്പർ എന്നും പറഞ്ഞ്. ടു അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കേസിലേക്ക്, അല്ലെങ്കിൽ ടു ലോവർ എന്നുണ്ട് ലോവർ കേസിലേക്ക്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണോ ആ ക്യാരക്ടറിന് നമുക്ക് അപ്പർ കേസിലേക്കോ അല്ലെങ്കിൽ ലോവർ കേസിലേക്കോ കൺവേർട്ട് ചെയ്യാം. കോമൺ ആയിട്ട് അത് ഒന്നെങ്കിൽ ലോവർ കേസ് അല്ലെങ്കിൽ അപ്പർ കേസിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പർ കേസ് യൂസ് ചെയ്യുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കേസ് ക്യാപിറ്റൽ ലെറ്ററിലുള്ള കേസ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അപ്പർ കേസിൽ കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഈ സ്കാനഫ് കഴിയുമ്പോൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് സി എന്ന് അപ്ഡേറ്റ് ചെയ്യുക. സീനെ നിങ്ങൾ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സി ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് കേസ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് കേസ് എഴുതണം. അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താ, സ്മോൾ ലെറ്റർ വി കൊടുക്കുമ്പോഴത്തേക്കും വയലറ്റ് എന്ന് പ്രിന്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ സ്മോൾ ലെറ്റർ വി ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ വി ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിലും വയലറ്റ് എന്ന് പ്രിന്റ് ചെയ്തിരിക്കാം. ഇതൊന്നും ഒന്നും മാച്ച് ചെയ്യാത്ത വിബ്ജിയോറിൽ വല്ലാത്ത ഒരു ലെറ്ററാണ് വരുന്നതിന് മാത്രം ഈ ഡീഫോൾട്ട് കേസ് പ്രിന്റ് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് എ ലെറ്റർ ഫ്രം വിബ്ജിയോർ. Okay, so that's how this will work. Hope it's clear. അപ്രോപ്രിയേറ്റ് ആയിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മെസ്സേജസ് ഔട്ട്പുട്ട് ചെയ്യുന്നതിന് വ്യത്യാസം ഉണ്ടാവും. സോ എല്ലാ കേസസും കഴിയുമ്പോഴും ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. സോ നെക്സ്റ്റ് വൺ ഈസ് program to find the largest among three numbers using conditional operator. Conditional operator, you know, question mark, colon എന്ന് പറയുന്നതാണ് conditional operator. So this here we will say expression for representing a condition. Condition പറയുന്നു, then condition true ആണെങ്കിൽ അതിൻ്റെ ട്രൂ പാർട്ട് question mark കഴിഞ്ഞുള്ള സെക്ഷനിൽ ട്രൂ പാർട്ട് വരും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കോളം കഴിഞ്ഞിട്ടുള്ള പാർട്ടിൽ ഫോൾസ് പാർട്ട് വരും. ഓക്കെ, ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ we can see conditional operator program to find the largest among three numbers. മൂന്ന് നമ്പേഴ്സിന് ലാർജസ്റ്റ് കാണും. സോ മൂന്ന് നമ്പർ യൂസറിൽ നിന്ന് റീഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ABC വേരിയബിളിലേക്ക്. എന്നിട്ട് ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മൂന്ന് നമ്പറിൻ്റെ ലാർജസ്റ്റ് കിട്ടി. എങ്ങനെയാണെന്ന് നോക്കാം. A greater than B ആണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യും. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ, ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ട്രൂ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? A greater than B ആണെങ്കിൽ നമുക്ക് A വലുതാന്ന് പറയാൻ പറ്റില്ലല്ലോ. A greater than C ആണോ എന്ന് കൂടെ നോക്കണ്ടേ. അപ്പം അതിൻ്റെ ട്രൂ പാർട്ടിൽ നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ഓക്കെ, അടുത്തൊരു കണ്ടീഷൻ. അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ ഇന്നറിൽ നെക്സ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടീഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പോവാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പരാന്തസിസ് കൊടുക്കുക മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, സോ വി ഹാവ് ഗിവൺ എ പരാന്തസിസ് ആൻഡ് റൈറ്റ് ദ നെക്സ്റ്റ് കണ്ടീഷൻ ദാറ്റ് ഈസ് റൈറ്റ് ദ നെക്സ്റ്റഡ് ആയിട്ട് വരുന്ന കണ്ടീഷൻ ഓപ്പറേറ്റർ ചെയ്താൽ A greater than C ആണോ എന്ന്. ഓക്കെ, A greater than B ആണെങ്കിൽ A greater than C ആണോ എന്ന് നോക്കുക. A greater than C ആണെങ്കിൽ you can make sure that A is the largest one. So A എന്ന് എഴുതി. So A will be assigned to this particular variable. നമ്മളിവിടെ ഒരു വേരിയബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി. So A will be assigned to this particular variable if these two conditions satisfies. If A is not greater than C ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങോട്ട് വരും. C ആണ് വലുത്. അപ്പോൾ C ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ A greater than C ഈ കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ C ബിഗിലേക്ക് വരും. ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ എയിലേക്ക് A ആയിരിക്കും ബിഗിലേക്ക് വരുന്നത്. ഇനി A greater than B എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആയില്ല, A greater than B അല്ല, അപ്പം നേരെ ഇങ്ങോട്ടായിരിക്കും കൺട്രോൾ പോകുന്നത്. നേരെ കൺട്രോൾ ഇങ്ങോട്ട് വരും. A greater than B അല്ലെങ്കിൽ പിന്നെ A വലുതല്ല, B ആണ് വലുത്. B വലുതാണെങ്കിൽ B സീനേക്കാളും വലുതാണെന്ന് നോക്കിയാൽ പോരെ. പിന്നെ C ആണോ B ആണോ വലുതെന്ന് അറിയാൻ. സോ B സീനേക്കാളും വലുതാണെന്ന് നോക്കി. B greater than C ആണെന്ന് നോക്കി. എഗെയിൻ നമ്മളൊരു നെസ്റ്റിംഗ് ആയിട്ട് വരിക. ഓക്കെ, അതുകൊണ്ട് പരാന്തസിസ് ഇടണം. ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ B greater than C ആണെങ്കിൽ ചിലപ്പം B ആണ് വലുത്. ഓക്കെ, സോ ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നു. ഇനി ട്രൂ അല്ല, ഇത് ഫോൾസ് ആണെങ്കിൽ C ആയിരിക്കും വലുത്. ഓക്കെ, സോ ആദ്യം ഇവിടെ ഇത് ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് വരും, ഇത് ഫോൾസ് ആണെങ്കിൽ ഇപ്പുറത്തേക്ക് പോകും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ കണ്ടീഷണൽ ഓപ്പറേറ്റർ വിൽ വർക്ക്. കണ്ടീഷണൽ ഓപ്പറേറ്റർ നെക്സ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. മൂന്ന് നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് കാണാൻ വേണ്ടി ഈ രീതി യൂസ് ചെയ്യാം. എന്നിട്ട് ബിഗ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ്ഗസ്റ്റ് നമ്പർ യു വിൽ ഗെറ്റ്. ഓക്കെ, സോ ഇവിടുത്തെ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ, പ്ലീസ് see this particular segment once again to understand. Okay, so this is the conditional operator and you will get the sample output like this. 8 enter 3 numbers 8, 10 and 5 enter ചെയ്യുന്നു. biggest number is 10 എന്ന് print ചെയ്യുന്നു. Okay, and with this we will wind up this video and we will see the remaining programs in the next video. Thank you.